വെച്ചാൽ മാങ്ങ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പൈത്ത മാങ്ങയും ഒരു പച്ചമാങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്കും ചെയ്ത് നോക്കാം. ഞാൻ 2 മാങ്ങ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസ് അടിക്കണം. ജ്യൂസ് അടിക്കാൻ ഞങ്ങള് പച്ചമാങ്ങയും പൈത്ത മാങ്ങയും മുറിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിന്റെ ജാറിൽ ഇത് ഒക്കെ ഇടണം. അപ്പൊ തുറക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളെ ഈ ഇതിൽ കുറച്ച് ഇതിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹണി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഹണി ഒഴിക്കാം. ഹണി മാത്രം ഞങ്ങൾ പുതിയ പിടിക്കാൻ ഞങ്ങൾ കുറച്ച് മാങ്ങ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. മാങ്ങ ജ്യൂസ് ഉണ്ടാക്കണം. ഞാനിങ്ങനെ ഇട്ടത്. ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടാണ് നമുക്ക് ഉപ്പിടാൻ. ഇനി കുറച്ച് ഉപ്പിടണം. എനിക്ക് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പകുതി കഷ്ണം മുളകിടാം. പച്ചമുളകാണ്. ഇനി ഒരു ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാം. ഇനി എനിക്ക് കൊണ്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് വരാം. അത് ജ്യൂസ് അടിക്കാൻ കൊണ്ടുപോവാണ്. ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങൾ കപ്പിക്ക് ഇത് ജ്യൂസ് അടിക്കാക്കാൻ പോവാണ്. ജ്യൂസ് ആക്കാം. ബാക്കി കുറച്ച് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി അതിലേക്ക് ഒഴിച്ചാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പിത്തെ ജ്യൂസ് മറ്റേ കപ്പിക്ക് ഒഴിച്ചെടുക്കാം. ബാക്കി ജ്യൂസ് കപ്പിയിലുണ്ട്. അതാണ് കുടിച്ചു തീർക്കാം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഞാൻ പറഞ്ഞാണ്. അങ്ങനെയൊക്കെ ഞങ്ങള് ഒരു പച്ചമഞ്ഞയും ഒരു പഴുത്തമഞ്ഞയും ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. സോപ്പൊക്കെ ഇടിച്ച് സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട്. സ്ട്രോ വെച്ചിട്ടുണ്ട് ഗൈസ്.